Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ വില്ലന്മാരെ എല്ലാവരെയും ജീനിസ്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആ ലേഗോ ഫില്ലൻസ് ആണെങ്കിൽ ഡമോറയെ ഇപ്പോൾ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും. നീ കാരണമാണ് ഇപ്പോൾ ഞങ്ങളും ഇവിടെ വന്ന് പെട്ടത്. നിന്നിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ചാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ എങ്ങനെയെങ്കിലും ട്രിഗർ ചെയ്ത് എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഡമോറയാണെങ്കിൽ അത് കേട്ട് പതിയെ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ജീനിയസിനാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോകും. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ അവരെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉടനെ ജീനിസ്റ്റ് ആണെങ്കിൽ രണ്ട് വില്ലന്മാരുടെയും കഴുത്ത് പിടിച്ച് ഞെരിക്കും. മിണ്ടിപ്പോവരുത്, മിണ്ടിപ്പോയാൽ നിങ്ങൾ രണ്ടുപേരെ ഇവിടെ വെച്ച് ഞാൻ തട്ടിക്കളയെന്ന് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ലീഗ് ഓഫ് വില്ലൻസ് ആണെങ്കിൽ CRC എന്ന് പറയുന്ന ഒരു ടീമിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആ CRC ടീമിന്റെ കുറെ അധികം വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അത് അടിച്ചു മാറ്റാനാണ് ഇപ്പോൾ ലീഗ് ഓഫ് വില്ലൻസ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. ലീഗ് ഓഫ് വില്ലൻസ് ആണെങ്കിൽ പുതുതായിട്ട് ക്രിയേറ്റ് ആയ ഒരു സംഘടനയാണ്. അവർക്കാണെങ്കിൽ ഇപ്പോൾ പണമില്ല. സോ കംപ്രസ് ആണെങ്കിൽ അകത്തേക്ക് പോയി ഇവരുടെ കയ്യിലുള്ള വാല്യുബിൾ ആയ തിങ്സോ പണമൊക്കെ അടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷേ അത്തരത്തിലൊന്നും അവൻ അവിടെ വെച്ച് കിട്ടില്ല. CRC ആണെങ്കിൽ അവരോട് ദേഷ്യപ്പെടും. ഇത് ഞങ്ങളുടെ പുണ്യസ്ഥലമാണ്, മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോ. സോൾജേഴ്സ് ആണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഡോമർ ആണെങ്കിൽ ഇപ്പോൾ അവരെ ഓരോരുത്തരായിട്ട് നശിപ്പിച്ച് കളയാണ്. സത്യത്തിൽ ഇപ്പോൾ ലീഗ് ഓഫ് വില്ലൻസ് അവിടേക്ക് വന്നത് CRC ടീമാണ്. അവിടെയുള്ള ഇത്തരം ടീമുകളിൽ വെച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെന്നാണ് അവർക്കറിയാനായിട്ട് കഴിഞ്ഞത്. സോ അവരുടെ കയ്യിലുള്ള പണവും വാല്യുബിൾ ആയിട്ടുള്ള സാധനവും അടിച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവരവിടേക്ക് വന്നത്. അതാണെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നും തന്നെ അവിടുന്ന് കിട്ടില്ല. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം അടിച്ചു മാറ്റി അവർ തിരികെ എത്തും. അവരാണെങ്കിൽ നിരാശയോടുകൂടെ പരസ്പരം പറയും, ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കവിടെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ആ സമയം ഡാബി അവിടേക്ക് വരും. നിങ്ങൾ എല്ലാവരും ഇവിടെ വെറുതെ ഇരിക്കുകയാണോ? ഞാൻ നമ്മുടെ ടീമിലേക്ക് ആളെ ചേർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ് രാപകലില്ലാതെ. ഇതിനോടൊക്കെ ഒരുപാട് പേരെ ചെക്ക് ചെയ്തു. അവർക്ക് ആർക്കും നമ്മൾ കരുതും പോലെ വലിയ പവറൊന്നും ഇല്ല എന്ന് പറയും. ട്വൈസ് ആണെങ്കിൽ ദേഷ്യപ്പെടും. യു ആർ അൺബിലീവബിൾ. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്രകാരം ചെയ്യും. നീ ഒരുപാട് പേരെ ചെക്ക് ചെയ്ത് അവർക്ക് ആവശ്യത്തിന് പവറില്ലാന്ന് മനസ്സിലാക്കി നീ അവരെ കൊന്നു കളയുകയാണ് ചെയ്തത്. സത്യത്തിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ട്വൈസ് ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട് പറയും. അതിന് ഡോബി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നമ്മളുടെ ടീമിൽ ചേരേണ്ടവർ നല്ല പവറുള്ളവരായിരിക്കണം, ലക്ഷ്യബോധം ഉള്ളവരായിരിക്കണം. അതിന് പച്ചത്തലയൻ പല്ലിയാണെങ്കിൽ അതെ, ഞാൻ അപ്രകാരം ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് ഇവിടേക്ക് വന്നത്. ഒരുപാട് കാലം വെറും ഒരു പല്ലിയായിട്ടാണ് ഞാൻ ജീവിച്ചത്. പിന്നീട് ആ വില്ലൻ സ്പിയർ അവനെ കണ്ടതിന് ശേഷമാണ് അവനെപ്പോലായി മാറണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടെ ഞാൻ ഈ ലീഗ് ഓഫ് വില്ലൻസിൽ വന്ന് ചേർന്നത്. പക്ഷെ ഞാൻ കരുതിയതുപോലെ ഒന്നും എനിക്കിപ്പോൾ ഇവിടെ വെച്ച് കിട്ടുന്നില്ല. എല്ലാവരും വെറുതെ ചെറിയ മോഷണവുമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പ്രോപ്പറായിട്ട് ഒന്ന് എൻ്റെ ആംബിഷനിൽ എയിം ചെയ്യാൻ പോലും പ്രോപ്പറായിട്ട് എൻ്റെ ആംബിഷനിൽ ഒന്ന് എയിം ചെയ്യാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഡാമുറ, സത്യം പറയ്, നിന്റെ ലക്ഷ്യം അതെന്താണെന്ന് ചോദിച്ച് ആ ഒരു പല്ലിത്തലയൻ അവനാണെങ്കിൽ ദേഷ്യപ്പെടും. പക്ഷെ അവനാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും തന്നെ പറയില്ല. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ഇപ്പോൾ ആ ഒരു ലീഗ് ഓഫ് വില്ലൻസിനെ എല്ലാം തന്നെ അവനങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം അത് അവരുടെ ടീം ക്യാപ്റ്റനായിട്ടുള്ള ഡോമുറ മാത്രമാണ്. അവൻ വിചാരിച്ചാൽ മാത്രമേ ഇനി അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റൂ. സ്പിന്നർ ആണെങ്കിൽ കംപ്രസിനോട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയും. കാരണം അവർ എങ്ങനെയെങ്കിലും ഡമോറെ ഉണർത്തിയാൽ മാത്രമേ അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയൂ. കംപ്രസ് ആണെങ്കിൽ അവന്റെ ബോഡി ചെറുതാക്കി അവിടെ ചെറിയൊരു അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. കംപ്രസ് ആണെങ്കിൽ അതിലൂടെ നൈസായിട്ട് പുറത്തേക്ക് വരികയാണ്. ജീനും നമ്മുടെ ആൾക്കാരെല്ലാവരും അതുകൊണ്ട് ഷോക്കാവും. കാരണം ഓൾറെഡി സിറ്റുവേഷൻ എല്ലാം വളരെ മോശമാണ്. സോ ഇപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് കംപ്രസിനെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ അവൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കത് വലിയ വെല്ലുവിളി തന്നെയാണ്. ജീനാണെങ്കിൽ കംപ്രസിന്റെ ബോഡിയിലുള്ള ആ ഡ്രസ്സ് അതിൽ ത്രെഡ് ഉപയോഗിച്ച് അവനെ വീണ്ടും ലോക്ക് ചെയ്യാണ്. പക്ഷേ അവന്റെ കൈ ഫ്രീ ആയതുകൊണ്ട് തന്നെ അതുപയോഗിച്ച് അവൻ അതൊക്കെ തന്നെ കീറി എറിഞ്ഞ് മുൻപോട്ടേക്ക് ഓടും. ഒടിയനാണെങ്കിൽ കംപ്രസിനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കേ. അതിനവൻ പറയും, എനിക്ക് എത്രയും വേഗം എന്റെ ടീംമേറ്റ്സിനെ അവരെ രക്ഷിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് പറയും. അടുത്ത നിമിഷം അവന്റെ മാസ്കിലൂടെ ബ്ലഡ് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഒരു സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഇപ്പൊ കംപ്രസിന്റെ ഗ്രാൻഡ് പേ കാണിക്കും. ആളാണെങ്കിൽ ഒരു ഫേക്ക് അല്ലെങ്കിൽ ഡമ്മി സൂപ്പർ ഹീറോ ആണ്. അതായത് സൂപ്പർ ഹീറോ എന്ന പേര് പറഞ്ഞ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണവും സ്വർണങ്ങളും എല്ലാം തന്നെ നേടിയെടുക്കും. അതിനുശേഷം അത് തന്നെ ഇല്ലാത്ത ജനങ്ങൾക്ക് തിരികെ കൊടുക്കും. സോ അങ്ങനെ ഒരു വംശാവലിയിൽപ്പെട്ട ആളാണ് ഇപ്പത്തെ നമ്മൾ കാണുന്ന ഈ കംപ്രസ്. അവന്റെ ബ്ലഡിലും അപ്രകാരം ഒരു നേർമയുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് അങ്ങനെ പുറത്തേക്ക് ഒലിക്കുകയാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ ടോഡ്രോക്കയും അവന്റെ ചേട്ടനും അവർ രണ്ടുപേരും പൊറിഞ്ഞ അട്ടിയിടി ബഹളം. അവനാണെങ്കിൽ താഴേക്ക് നോക്കും. ഇപ്പോ അവരുടെ അച്ഛൻ എൻഡവറിനാണെങ്കിൽ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടോഡ്രോക്കയെ അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവനിപ്പോ ടോഡ്രോക്കയെ താഴേക്കിടും. ഉടനെ കംപ്രസ് ആണെങ്കിൽ ഡോബിയെ ഇപ്പോൾ ഒരു ചെറിയ ബോളാക്കി മാറ്റും. അവനാണെങ്കിൽ എല്ലാവരെയും ഡൈവേർട്ട് ചെയ്യാൻ ഇപ്പൊ അവന്റെ മാസ്ക് തുറന്നു കാണിക്കും. അത് കണ്ട് ഇപ്പൊ ലെവൽ ചെയ്യാൻ അവന് നേരെ വരികയാണ്. ഉടനെ സ്പിന്നറിനെയും ഡാവറയും അവൻ ചെറുതാക്കി അവിടുന്ന് താഴേക്ക് കൊണ്ടുവരും. അവനാണെങ്കിൽ ടെററായിട്ട് മുകളിലേക്ക് നോക്കും. ഇനിയാണ് എന്റെ റിയൽ ബാറ്റിൽ അത് ആരംഭിക്കുന്നതെന്ന് അവനിപ്പോ എല്ലാവരെയും നോക്കി പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ തകർന്നു കിടക്കുന്ന ഒരു വലിയ സിറ്റി അത് കാണിക്കുകയാണ്.
അവിടെയാണെങ്കിൽ സൂപ്പർ ഹീറോസും നോമോസും ഒരുപോലെ ഫൈറ്റ് ചെയ്ത് കുറച്ച് ഹീറോസും കുറച്ച് നോമോസും മരിച്ചു കിടക്കുകയാണ്. കമഞ്ചിക്ക് പെണ്ണ് ആണെങ്കിൽ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കണ്ട ഒരു മോമോ ആണെങ്കിൽ അവളെ പിടിക്കാനായിട്ട് ശ്രമിക്കും. ഉടനെ മറ്റൊരു സൂപ്പർ ഹീറോ ആണെങ്കിൽ അതിനെ വെട്ടി താഴെയിടും. ഇസുക്ക് പയ്യനെ ആണെങ്കിൽ ആ ഒരു 1 ഫോർ ആൽ പവറിന്റെ മുൻപത്തെ യൂസേഴ്സ് എല്ലാം തന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. അവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റി അവൻ തളർന്നുറങ്ങിപ്പോയതാണ്. അവൻ പതിയെ കണ്ണു തുറന്ന് എഴുന്നേൽക്കും. അവനാണെങ്കിൽ ചുറ്റും നോക്കും. ടോഡറോക്കിക്കാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ആ സമയത്തായിരിക്കും ഇസുക്ക് പയ്യന് അവന്റെ ബ്രെയിനിൽ ആരോ കത്തി വെച്ച് കുത്തുന്നത് പോലെ ഒരു ഫീല് തോന്നുക. ഇസുക്ക് പയ്യനാണെങ്കിൽ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഒന്ന് ചിന്തിക്കും. മുൻപും അവൻ ഇതുപോലെ ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴായിരിക്കും മുൻപ് 1 ഫോർ ആൽ പവർ ഉപയോഗിച്ച ആളുകളെക്കുറിച്ച് അവൻ പഠിച്ച കാര്യം അവൻ ആലോചിച്ച് നോക്കുക. അതിൽ ആ 4th യൂസർ അദ്ദേഹത്തിന്റെ ഒരു ഡിഫറെന്റ് പവറാണിത്. ഡേഞ്ചർ സെൻസിങ് പവർ. ഇപ്പോഴേക്കാണെങ്കിൽ ആ ഒരു പവർ അത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവൻ ആദ്യം ആ ബ്ലാക്ക് വെബ് ഉപയോഗിച്ചപ്പോൾ അവന്റെ ബോഡി അൺകൺട്രോൾഡ് ആയതുപോലെ തന്നെ അവനിപ്പോൾ ഫീൽ ചെയ്യാണ്. ആ പെയിനും അവന് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ ആ ഒരു പ്രസ് ആണെങ്കിൽ അവന്റെ ഫേസ് ഒക്കെ റിവീൽ ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അത് കണ്ട ഫെമിനിയൻ ആണെങ്കിൽ അവന്റെ മുഖത്ത് പഞ്ച് ചെയ്യാണ്. കട്ട് ചെയ്താൽ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആക്ച്വലി ഇവർ കടന്നു വരുമ്പോൾ വലിയ വലിയ നോമോസിനെ എല്ലാം തന്നെ വഴിയിൽ കണ്ടിരുന്നു. ആക്ച്വലി ഡൊമുറ അവൻ ഓർഡർ കൊടുത്തതിന് ശേഷമാണ് ആ ഒരു എഴുന്നേറ്റ് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതിനുശേഷം വീണ്ടും അൺകോൺഷ്യസ് ആയി മാറി. അവന്റെ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും നമ്മുടെ ഹീറോസിനെ ഡൈവേർട്ട് ചെയ്ത് അവന്റെ ആൾക്കാരെ സേവ് ചെയ്യണം. അതിനുവേണ്ടിയാണ് അവൻ ഡാബിയെയും ആ സ്പിന്നറിനെയും അവരെ രണ്ടുപേരും ബോളാക്കി മാറ്റി ഒരു പച്ചത്തലേന്റെ ബോഡിയിൽ അങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത്. ഡൊമുറ എങ്ങനെയെങ്കിലും അവേക്കൻ ആവണം. എങ്കിൽ മാത്രമേ അവർക്കിപ്പോൾ സൂപ്പർ ഹീറോസിനെ നശിപ്പിക്കാനായിട്ട് പറ്റൂ. ഇവിടെ പച്ചത്തലേനാണെങ്കിൽ അത് മനസ്സിലാക്കി ഡൊമുറ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവനാണെങ്കിൽ അനങ്ങുന്നില്ല. അപ്പോഴായിരിക്കും സഞ്ചിയിലുണ്ടായിരുന്ന അവന്റെ ബോഡിയിൽ കണക്ട് ചെയ്തിരുന്ന കൈകൾ അവൻ ശ്രദ്ധിക്കുക. അതെടുത്ത് വീണ്ടും അവന്റെ ബോഡിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അവൻ കോൺഷ്യസ് ആവും. അത് മനസ്സിലാക്കി അവൻ ആ കൈകളെടുക്കും. ഉടനെ ലെമീനിയൻ അവൻ അവിടേക്ക് നല്ല ഫോഴ്സിൽ പറന്നു വന്ന് അവനെ പഞ്ച് ചെയ്യും. പക്ഷെ അവനാണെങ്കിൽ എങ്ങനെയൊക്കെയോ ഒരു കൈ മാത്രം അവന്റെ ഫേസിൽ അങ്ങനെ കണക്ട് ചെയ്യും. അടുത്ത നിമിഷം പഴയ മെമ്മറീസ് വന്ന ഡമോറയാണെങ്കിൽ കണ്ണ് തുറക്കുകയാണ്. ലെമിനിയൻ ആണെങ്കിൽ അത് കണ്ട് തിരികെ പറന്നു പോകും. അതേസമയം ഇവിടെ ഹീറോ ഇസുക്കിനെ കാണിക്കും. അവന്റെ ബ്രെയിനിലാണെങ്കിൽ വീണ്ടും ആ ഡേഞ്ചർ സെൻസ് അതങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവനാണെങ്കിൽ കാര്യം മനസ്സിലാവും എന്തോ ഒരു അപകടം സംഭവിച്ചു. അവൻ തിരിഞ്ഞു നോക്കും. ഡമോറ കോൺഷ്യസിലേക്ക് വന്നിരിക്കുകയാണ്. അവരെത്രയും നേരവും എന്ത് സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ചോ അത് തന്നെ ഇപ്പൊ സംഭവിച്ചിരിക്കുകയാണ്. ഡൊമുറയാണെങ്കിൽ പതിയെ എഴുന്നേക്കും. അതിനുശേഷം ഡൊമുറയുടെ ഉള്ളിലുള്ള ആൽഫാർ 1 ആണെങ്കിൽ ഡൊമുറയുടെ ആ ഒരു കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. വാവ്, ഡൊമുറയുടെ ഫ്രണ്ട്സിന് അവന് ഒരുപാട് ഇഷ്ടമാണ്. തന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ട്രിഗർ ചെയ്യാനും ഞാൻ അവനെ ഏൽപ്പിച്ചു കൊടുത്ത കൈകൾ അത് ശരിക്കും ഇപ്പോൾ ഉപകാരമായിരിക്കുകയാണെന്ന് പറയും. ഇവിടെ ഹീറോസ് ആണെങ്കിൽ ഡമോറ എഴുന്നേറ്റത് കണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അവർ എക്സ്പെക്ട് ചെയ്തതിന് മുകളിൽ സംഭവിച്ചു കഴിഞ്ഞു. ഡൊമുറയുടെ പവർ സെൻസ് ചെയ്ത നോമോസ് ആണെങ്കിൽ അവിടേക്ക് പറന്നു വരുന്നത് കണ്ട ജീൻ ആണെങ്കിൽ അവന്റെ ആ ഒരു ഫൈബർ പവർ ഉപയോഗിച്ച ഒറ്റകളെല്ലാം അങ്ങനെ ചുരുട്ടിയെടുക്കും. പക്ഷേ ഓവറായിട്ട് പവർ ഉപയോഗിച്ച് ജീനിന്റെ കണ്ണിലൂടെയും വായിലൂടെയും മൂക്കിലൂടെയും ഒക്കെ ബ്ലഡ് ഒഴുകാനായിട്ട് തുടങ്ങും. ഡൊമുറയാണെങ്കിൽ ഇപ്പോൾ പച്ചത്തലേനോട് പറയും നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണം. അത് കണ്ട പച്ചത്തലേനാണെങ്കിൽ അവരോട് പറയും നിങ്ങൾ എന്തായി പറയണേ, നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും ഇവിടെ പരിക്ക് പറ്റി കിടക്കുകയാണ്. അവരെ ഉപേക്ഷിച്ച് നമുക്ക് എങ്ങനെ പോകാനായിട്ട് കഴിയും? ഉടനെ ഡമോറയാണെങ്കിൽ ഞാൻ നിന്റെ ഫ്രണ്ട് ഡമോറയല്ല, ആൽഫാർ 1 ആണ്. അവന്റെ ബോഡി ഒരുപാട് തകർന്നിരിക്കുകയാണ്. അവനെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാനിപ്പോൾ അവന്റെ ബോഡി അത് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. അവനിപ്പോൾ റെസ്റ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ അവൻ പൂർണ്ണമായിട്ടും നശിച്ചു പോകും. ഇപ്പോൾ ഇവിടുന്ന് പോയേ പറ്റൂ. ഇവിടെ ആ ഗ്യാപ്പിൽ ഇപ്പോൾ ലെമിനിയൻ ആണെങ്കിൽ ആൽഫാർ 1നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആൽഫാർ 1 ആണെങ്കിൽ നൈസായിട്ട് സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് അവന്റെ പുറത്ത് ആഞ്ഞടിക്കും. അവനാണെങ്കിൽ ബോധം കെട്ട് താഴേക്ക് വീഴും. ഇവിടെ കച്ച പയ്യനും ടോഡറോക്കിക്കും ഇസുക്ക് പയ്യനും ഒന്നും തന്നെ ബോധമില്ല. ഒരുപാട് പരുക്ക് പറ്റി അവരങ്ങനെ വീണ് കിടക്കുകയാണ്. ലിഡായും ഫ്രണ്ട്സും ആണെങ്കിൽ അവരുടെ കഴിവ് ഉപയോഗിച്ച് മാക്സിമം നമ്മുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിഡയാണെങ്കിൽ കഷ്ടപ്പെട്ട് ഇപ്പൊ ടോഡറോക്കി എഴുന്നേൽപ്പിക്കും. അടുത്ത നിമിഷം ആ ഒരു വില്ലനാണെങ്കിൽ ഇപ്പൊ അവരെ അറ്റാക്ക് ചെയ്യുകയാണ്. ജീൻ ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി ആ നോമോസിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമെങ്കിലും ചില നോമോസ് ആണെങ്കിൽ ആ ഫൈബറൊക്കെ തകർത്ത് അങ്ങനെ കടന്നു പോകും. ഇസുക്ക് പയ്യനാണെങ്കിൽ എങ്ങനെയെങ്കിലും എഴുന്നേൽക്കണമെന്നുണ്ട്. പക്ഷെ അവന്റെ ബോഡി മുഴുവൻ പരിക്ക് പറ്റി അവനെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ആ നോമോസ് ആണെങ്കിൽ ഇപ്പൊ ഡൊമുറയെയും അതുപോലെ തന്നെ ആ പച്ചത്തലയും സ്പിന്നറിനെയും അവർ രണ്ടുപേരെ സേഫ് ആക്കി അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഓടുകയാണ്. ഹീറോ ആണെങ്കിൽ ഒട്ടും പറ്റായിട്ട് പോലും അവന്റെ ബ്ലാക്ക് വെബ് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അവരെ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പൊ അവർ കൈവിട്ടു പോയാൽ പിന്നീട് അത് വലിയ വെല്ലുവിളിയായി മാറും. ഹീറോ ആണെങ്കിൽ വായിലൂടെ ബ്ലാക്ക് വെബ് പവർ അതുപയോഗിച്ച് ഡൊമുറയെ ക്യാച്ച് ചെയ്യും. പക്ഷെ അവന്റെ ബോഡിയിലുള്ള ആൽഫാർ 1 ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഓ ഇപ്പോഴും നിനക്ക് മതിയായിട്ടില്ല അല്ലേ? മുഴുവൻ തകർന്നു പോയെങ്കിലും നിന്റെ ആവേശത്തിന് കുറവൊന്നുമില്ല. ഇപ്പൊ എന്തായാലും എന്നെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ഹീറോയെ അട്ടിച്ച് ദൂരേക്ക് തെറിപ്പിച്ച് കളയും. അപ്പൊ അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. ഒരുപാട് സൂപ്പർ ഹീറോസ് വില്ലന്മാരുടെ അറ്റാക്കിൽ അങ്ങനെ തകർന്നു കിടക്കുകയാണ്. ക്യാമറ ആണെങ്കിൽ കുറെ കൂടെ സൂം ഔട്ട് ആവുമ്പോൾ ആ സിറ്റി മുഴുവൻ ഒരു വലിയ അറ്റാക്കിൽ തകർന്ന് തരിപ്പണായി കിടക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.